കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ തുലാഭാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം 2-3 ആളുകൾ ചോദിച്ചു, താമരപ്പൂ കൊണ്ടുള്ള വഴിപാട് എന്തിനായിരിക്കും എന്നുള്ളതൊക്കെ. കാരണം പല പല ആളുകളും വന്നിട്ട് താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തി എന്നൊക്കെ പറയുന്നത് പലരും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദ്യങ്ങൾ. അപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ടൊരു ചെറിയ വീഡിയോ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്ക് നമ്മൾ എന്താണോ സമർപ്പിക്കുന്നത് എന്നതിനപ്പുറം നമ്മുടെ മനസ്സ് അവിടെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ശരിക്ക്. കാരണം ദ്രവ്യങ്ങളിലല്ല, സമർപ്പണമാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭ്യമാകുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതിൻ്റെ കാര്യം തന്നെ അങ്ങനെയാണല്ലോ. കാരണം രുക്മിണി ദേവി ഒരു തുളസിക്കതിർ വെച്ചപ്പോൾ ഭഗവാന്റെ തട്ട് താന്നെന്നും, സത്യഭാമ എല്ലാ സ്വർണങ്ങളും രത്നങ്ങളും വെച്ചിട്ട് തട്ട് താഴാതിരുന്നതും ഒക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. ശരിക്കും താമരപ്പൂവ് കർമ്മലാഭത്തിനാണ്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ യശസ്സിനും പ്രശസ്തിക്കും, അത് നമ്മൾ എന്തിനാണോ തുനിയുന്നത് അത് ഉയർച്ചകളിലേക്ക് എത്താൻ, അത് നല്ല കാര്യത്തിന് വേണ്ടി എത്താൻ, ഏറ്റവും കർമ്മലാഭത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആത്മബലം കൂട്ടാനും അതുപോലെ ആയസ്, അങ്ങനെ ആയസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഭഗവാന് ഗുരുവായൂരപ്പന് താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കർമ്മലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിലാണോ നമ്മൾ മുഴുകിയിരിക്കുന്നത്, അതിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു താമരപ്പൂ കൊണ്ടുള്ള തുലാഭാരം. അതുപോലെ നമ്മൾ ചെയ്യുന്നത് അവൽ കൊടുത്താൽ ദാരിദ്ര്യശമനാണ്. ദാരിദ്ര്യം, അതിൻ്റെ ഒരു കഥ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞ്. അതായത് കുചേലൻ്റെ അവിൽക്കിഴി അത് കൊണ്ടുപോയിട്ട് ഭഗവാന് സമർപ്പിച്ചപ്പോഴേക്ക് തന്നെ ആ ദാരിദ്ര്യം തീർന്നു എന്നുള്ളത്. അപ്പോൾ ആ ദാരിദ്ര്യ ദുഃഖം, ആ ദാരിദ്ര്യ ശമനത്തിന് വേണ്ടിയിട്ട് അവൽ, നെല്ല് തുടങ്ങിയവ കൊണ്ട് തുലാഭാരം നടത്താറുണ്ട്. പിന്നെ ദീർഘായുസ്, അതിന് മഞ്ചാടിക്കുരു കൊണ്ടാണ് തുലാഭാരം നടത്തുക. അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മഞ്ചാടിക്കുരു ഉപയോഗിക്കും. പിന്നെ പ്രമേഹ രോഗം, അതായത് ഇപ്പോൾ ഷുഗർ, അതിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര കൊണ്ടാണ് തുലാഭാരം നടത്തുക. പിന്നെ കദളിപ്പഴം, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തുന്നത് രോഗശാന്തിക്കാണ്. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അതിനൊക്കെ ആ കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയാൽ അത് മാറിക്കിട്ടുമെന്നാണ്. അതുപോലെ നീർക്കെട്ട്, ഇളനീരും, അതേപോലെ നമ്മളെ തീർത്ഥം കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞാൽ മണിക്കിണറിലെ തീർത്ഥാണ്. ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിനകത്തെ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മണിക്കിണറിലെ ആ തീർത്ഥജലം കൊണ്ടാണ് നമുക്ക് തുലാഭാരം നടത്തുക. അതുപോലെ ഇളനീരും. പിന്നെ ഉള്ളത് ശർക്കര, തേന് തുടങ്ങിയവയൊക്കെ ചെയ്യുന്നത് ഉദരരോഗ ശമനത്തിനാണ്. വയറിൻ്റെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ അത് ശർക്കരയും തേനും കൊണ്ട് തുലാഭാരം നടത്തിയാൽ മാറിപ്പോകുന്നതാണ്. പിന്നെ വാതരോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് പൂവൻപഴമാണ്. പൂവൻപഴം കൊണ്ട് തുലാഭാരം നടത്തിയാൽ വാതരോഗത്തിൻ്റെ ശമനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുപോലെ വസൂരി രോഗം, ചിക്കൻ ബോക്സ്, അതിൻ്റെയൊക്കെ ശമനത്തിന് വേണ്ടിയിട്ട് കുരുമുളകാണ്. കുരുമുളക് കൊണ്ട് തുലാഭാരം നടത്തിയാൽ ചിക്കൻ ബോക്സൊക്കെ ശമിക്കുമെന്നാണ്. അതേപോലെ ഉള്ളത് ചേന കൊണ്ട് ത്വക്ക് രോഗ ശമനം. നമ്മളിപ്പോൾ അവിടെ കാണുന്നത് ചേന നടക്കിൽ പ്രാർത്ഥിച്ച് വെക്കുന്നു, അതും ത്വക്ക് രോഗ ശമനത്തിനാണ്. ചൊറി, ചിരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അത് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ മാറാൻ വേണ്ടിയിട്ട് ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ മതി. പിന്നീടുള്ളത് നാണയങ്ങളാണ്. അത് ബിസിനസ് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാണയപ്പറ വയ്ക്കുന്ന പോലെ തന്നെ നാണയം കൊണ്ട് തുലാഭാരം നടത്തും. പിന്നെ ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുന്ന,
കാരണം എന്തിനും ഏതിനും ഉപ്പ് വേണമല്ലോ. അപ്പോൾ ആ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ഉപ്പ് കൊണ്ടാണ്. പിന്നെ ഉള്ളത് മാനസിക രോഗ മുക്തിക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക, വാളൻപുളി തുടങ്ങിയവയൊക്കെ കൊണ്ടിട്ട് തുലാഭാരം നടത്തിയാൽ, ഗുരുവായൂരപ്പന് തുലാഭാരം നടത്തിയാൽ മാനസിക രോഗത്തിനുള്ള മുക്തി ഉണ്ടാവുമെന്നാണ് അവിടെ പഴമക്കാരൊക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി വരുന്ന ആളുകളോ അതിന് ആ സംശയ ദൂരീകരണമൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു. എന്നോട് സംസാരിച്ച ആളുകൾക്കൊക്കെ സംശയ ദൂരീകരണമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.